താഴോട്ടിട്ടിരിക്കുകയില്ല. ഒരു കാലെങ്കിലും ആകാശത്തായിരിക്കും കേട്ടാ. ഇപ്പൊ താഴ്ന്നു തുടങ്ങി, ഇപ്പൊ താഴത്തായി തുടങ്ങി. അതിപ്പോ ഇവിടെ ഉള്ളു. ഇവിടെ കൊണ്ട് മാങ്ങോട് കഴിയുമ്പോ പിന്നെ കാല് ട്രെയിനിലെങ്ങനെ ഇരിക്കുന്നേ, യാത്രക്കാരുടെ കഴുത്തിന്റെ മോളിൽ തലയിലൊക്കെ അവർ കിടന്ന് കാലം ഈ കാര്യം ഇരിക്കുന്ന എന്താണെന്ന് അന്വേഷിക്കാൻ രാവിലെ കാര്യം എനിക്ക് കുറച്ച് കടന്നുപോയതായ ജീവിതത്തിലെ 84 വയസ്സ് ഇതൊരു കാര്യമല്ല. 84 വയസ്സ് പൂർണ്ണമാക്കി 85ലേക്ക് ഇന്ന് കാര്യം എത്തിയിരിക്കുകയാണ്. കൂടാതെ നിരോധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗമില്ലാത്തവന് ഒരു വിലയില്ല, സമൂഹത്തിന് ഒരു വിലയില്ല. ഒരു ക്ലസ്സിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് എന്താണ് അസുഖം, ഡയബറ്റിക് ഉണ്ടോ, പ്രഷർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ എന്ന് പറഞ്ഞുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും ബാധിക്കാത്തതായ ആളുകൾ ചെറുപ്പക്കാർക്ക് പോലും. അപ്പോ മക്കളെല്ലാവരും കൂടെ പറഞ്ഞു, ഞാൻ വളരെ ക്ഷീണിക്ക് പോയി, ഇപ്പോൾ ചെക്കപ്പ് നടത്തണം, പിടിയിൽ പോയി വയലുകാരൻ മക്കൾ പറയുന്നത് കേൾക്കണം. അതുകൊണ്ട് ചെക്കപ്പ് നടത്തി കഴിഞ്ഞപ്പോ അയാൾക്ക് ഹോസ്പിറ്റലിൽ രോഗമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഞാൻ ജനിക്കുന്നത് 86 വർഷത്തിന് മുമ്പ് ജനിക്കുമ്പോ വെറും ഒരു ഒന്നാം പോലുള്ള ഒരു ജന്തുവല്ല കേട്ടോ. അപ്പൊ മനുഷ്യരെ ആശാൻ വലിയ ജോലിയിൽ വലിയ ആളുകളായിട്ടുള്ള മനുഷ്യരെ ആശാൻ പറഞ്ഞ് പേര് കേട്ട ആള് വെല്ലുവിളിയിൽ ഇങ്ങനെ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഇത് പോക്കാണ് എന്ന് പറഞ്ഞു. എന്നെ കണ്ടിട്ട് പറഞ്ഞു 28 മുമ്പില്ല, 28 പിറന്നാളം പറഞ്ഞില്ലേ, അത് നടക്കില്ല, അതിന് മുമ്പേ വടിയാകും. അമ്മയ്ക്ക് വന്ന വിശാലം ഇളയൊന്നുമല്ല, ആൾപ്പാട് ആറ്റുതോട്ടിൽ നിന്ന് ഒരു ആറ്റിൽ മൂത്തതായിട്ട് കിട്ടിയതാണ്. ഞാൻ എനിക്ക് 1.5 വർഷം കഴിയുമ്പോൾ തറവാട് വാഴ കടമാണ് ജീവിക്കുന്നത്. കടം വലിയ കടം ആണ്. ഭാഗയോളം 1925 അവിടുന്ന് പിന്നെ അങ്ങനെ ഉയർന്നു വരികയാണ്. പല തരത്തിലുള്ളതായ പ്രയത്നം ഒരു ശൈലിയായിട്ടെടുത്ത് ഒറ്റനാള് മുതൽ പണിക്ക് കടലാക്കില്ലാത്തതുകൊണ്ട് മണ്ണിലെത്തി പറ്റുന്നതായ കേസുകളുണ്ട്. മറ്റുള്ളവരുടെ പുസ്തകം മേടിച്ച് ഗവൺമെന്റ് പഠിക്കുന്ന കേസുകളുണ്ട്. ആനപ്പുറത്ത് കയറി പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. ആനപ്പുറത്ത് എറണാകുളം ആനപ്പുറത്ത് കയറി ട്യൂഷൻ പഠിപ്പിച്ചിട്ട് പൈസ ഉണ്ടാക്കി അങ്ങനെ സ്വന്തം കാര്യത്തിൽ നിന്ന് വലയിട്ടില്ലേ വെടിയാക്കണം. അന്നെനിക്ക് അയക്കൂടെ പൊക്കാൻ പോലും ഉള്ളതായ വലിയ ശക്തിയൊന്നുമില്ല. അപ്പൊ സുകുമാരനാരെന്ന് പറഞ്ഞ ഒരാളുണ്ടെങ്കിൽ അങ്ങനെ വലയെടുത്തു മുഖവന്മാരും മുഴുവൻ വലയെടുത്തു. അല്ലെങ്കിൽ അന്ന് നമ്മളവിടെ വൈകാരി മറ്റൊരു കാലത്ത് മാനവത്തിന് പെണ്ണുകാരെ പിടിച്ചു, ആരെ പിടിച്ചു, എക്സൈസുകാരെ പിടിച്ചു. കാര്യം എന്താണ്, ഇവിടെ കാലായിരങ്ങൾ വെച്ചിരിക്കുന്നു, ഇവിടെ കാലായിരങ്ങൾ വെച്ചിരിക്കുന്നു, മനസ്സിലായല്ലോ. അപ്പൊ എവിടെ ഓടിച്ചു ഇപ്പൊ വെച്ചിട്ടുണ്ടെന്ന് കൊടുത്തു. അപ്പോൾ ആ തിരി പറഞ്ഞു, എവന് ഞാൻ ചോദിക്കുകയില്ല, സാറിന് ഞാൻ തന്നേക്കാന്ന് കുപ്പിയൊക്കെ ഊരി തന്നു. Oh
happy birthday to you. Many more returns of the day. Wish for a healthy, long. പിന്നെ വേറൊരു കണക്കിനകത്ത് എനിക്ക് ഇപ്പൊ അടുത്ത മാസത്തെ ഓപ്പറേഷൻ വായിക്കുന്നത് അങ്ങനെ ഇവിടെ ചേർന്ന് ഒടുവിൽ ക്ലിയറിംഗ് കണ്ണൂർ ഡിപ്പാർട്ട്മെന്റ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ കളിയാക്കുകയും ആഹ്ലാദകരമായി കാണുകയും ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലെ തുടക്കത്തേക്ക് അത് അഭികാമ്യമായ ഒരു ഡിപ്പാർട്ട്മെന്റ് ആകാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ മദ്യപാനി അല്ലായിരുന്നു. ഉദാഹരണം പ്രസംഗിച്ച പോലെ വാഗൻ ലോറിയിലോട്ടോ അദ്ദേഹത്തിന് മതിയായിട്ട് പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എക്സൈസിലെ ജീവനക്കാരെ മുഴുവൻ എന്നെ കുടുംബങ്ങളായിട്ട് വഴി ചെയ്യാൻ കഴിഞ്ഞാൽ അല്ല കോട്ടയിൽ ഞാൻ ജാഗ്രതപ്പോ യൂണിയൻകാരെ കൊണ്ടുവന്നു. ഇത് കൊല്ലമല്ല, ഇത് ആലപ്പുഴയല്ല. സുഭദ്ര ചേച്ചി എന്ന മഹൽ വ്യക്തി നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് മണിക്കൂറുകൾ ആയുള്ളൂ. ഒരു തിരുവാതിര പാട്ടിൻ്റെ ഈണവും സൗഷ്ഠവവും ആ ജീവിതത്തിന് ഉണ്ടായിരുന്നു. പ്രയാസപ്പെട്ട് പഠിക്കുന്ന കാലത്ത് മണ്ണിൽ എഴുതി പഠിക്കുന്നതായ അവസരങ്ങളിൽ എല്ലാം സുഭദ്ര ചേച്ചി കുളിക്കാൻ തെക്കേക്കോയിക്കലെ കടവിൽ പോകുന്ന വഴിക്ക് വന്ന് നിൽക്കുമായിരുന്നു. അത് കണ്ടിട്ട് പുസ്തകങ്ങളെല്ലാം എനിക്ക് തന്ന് ഈ എഴുതി പഠിക്കാത്ത സാഹചര്യം ഉണ്ടാക്കി തന്നത് ചേച്ചിയാണ്. കൊറോണ വൈറസുമായിട്ട് ബന്ധപ്പെട്ട് ലോക്ക്ഡൗൺ ആയിരിക്കുന്ന ഈ അവസരത്തിൽ വീട്ടിലിരിക്കുന്ന കുടുംബാംഗങ്ങളുമായി ചില ഓർമ്മകൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ മാസം
ശതാഭിഷിക്തനായ തഴവ കേരളവർമ്മനെ പറ്റി രണ്ട് വാക്കുകൾ പറയാനായിട്ട് തയ്യാറായി വന്നത് എൻ്റെ അനിയത്തി കമലത്തമ്പുരാട്ടിയുടെ വിവാഹത്തെപ്പറ്റി ആലോചിച്ച് ഞാൻ ഏകനായി തഴവ കേരളവർമ്മൻ്റെ ജോലി സ്ഥലമായ ആലപ്പുഴയിൽ ഒന്നിച്ച് നടക്കുമ്പോൾ എൻ്റെ സങ്കടം കേരളവർമ്മനോട് പറഞ്ഞു. അതായത് കുടുംബ ഭാരം മുഴുവൻ ഏറ്റ് നടത്തുന്നതായ എനിക്ക് സാമ്പത്തികമായി വിവാഹം കഴിച്ച് നടത്തി തരാനുള്ളതായ ശേഷി കുറവായതിനാൽ ആ വക ചെലവുകളൊക്കെ കേരളവർമ്മൻ തരണം എന്ന് പറഞ്ഞത് സസന്തോഷം സ്വീകരിച്ച ഒരു വിശിഷ്ട വ്യക്തിയാണ് കേരളവർമ്മൻ. എൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ആണ് ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രസവത്തോടുകൂടി മരിച്ചുപോയ അമ്മായിയുടെ കുടുംബം അനാഥമായി പോകാതിരിക്കാൻ ഞാൻ മൂത്ത കുട്ടിയെ നേരത്തെ നിശ്ചയിച്ച പ്രകാരം വിവാഹം നടത്താൻ തീരുമാനിച്ചതറിഞ്ഞ് അമ്മ കോയിക്കലെ പടിഞ്ഞാറ് തളത്തിൽ നിന്ന് എന്നോട് പറഞ്ഞു, പാപ്പയുടെ മകളെ വിവാഹം കഴിക്കുന്നതിലല്ല എൻ്റെ വിഷമം, പക്ഷേ നിന്റെ താഴെ 3-4 പേർ പ്രായപൂർത്തി ആയി വിവാഹ പ്രായമെത്തി നിൽക്കുന്ന വിഷമം കൊണ്ടുകൂടെയാണ് എൻ്റെ വിഷമം. ഞാൻ മറുപടി പറഞ്ഞു, അതെല്ലാം നടക്കും അമ്മേ. ആലപ്പുഴ അമ്മാവൻ പോലും വിവാഹം കഴിക്കാതിരിക്കുന്ന അവസരത്തിൽ ഞാൻ ഒന്ന് ചെയ്തു. ഗുരുത്വം വിടാതെ എനിക്ക് അമ്മാവന് കുഞ്ഞുങ്ങൾ ഉണ്ടായതിന് ശേഷം മാത്രം മതി എനിക്ക് കുഞ്ഞുങ്ങൾ എന്ന് തീരുമാനിച്ചു. അച്ഛൻ നാരായണൻ നമ്പൂതിരിയെ കണ്ട് അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടി ദക്ഷിണ കൊടുത്ത് അടയ്ക്കായും വെറ്റിലയും നാണയവും വെച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ നാണയം തിരിച്ചു തന്ന് എന്നോട് നാണയം വേണ്ട എന്ന് പറഞ്ഞു. കൂട്ടത്തിൽ അച്ഛനൊരു കുസൃതി ചോദ്യം ചോദിച്ചു, എടാ, നിനക്ക് പെണ്ണിനെ ഇഷ്ടമാണെന്ന് അറിയാം, പക്ഷേ പെണ്ണിന് നിന്നെ ഇഷ്ടമാണോ എന്നുള്ള ചോദ്യം ചോദിച്ചതിന് ഉത്തരം പറയാൻ എനിക്ക് പെട്ടെന്ന് സാധിച്ചില്ല. 14/4/56 വിശുദ്ധൻ വെളുപ്പിന് മധൂരമ്പലത്തിൽ വെച്ചായിരുന്നു വിവാഹം. ഏറിയാൽ 10 ആളുകൾ മാത്രം സംബന്ധിച്ചിരുന്നുള്ളൂ വിവാഹത്തിന്.